ഞാൻ സുഹാന. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഭംഗിയുള്ള എന്നാൽ നല്ല മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈനിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് 3mm സിംഗിൾ സ്ട്രാൻഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ്. ഇതിൻ്റെ ടോപ്പ് ഡയ എന്ന് പറയുന്നത് 10 ഇഞ്ചസും ബോട്ടം ഡയ ഒരു 12 ഇഞ്ചസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചസാണ് വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബൾബൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫ്രെയിമിനെ നമ്മൾ കറക്റ്റായിട്ടൊരു സർഫസിൽ വയ്ക്കുക. അത് ചെയ്യുന്ന സമയത്ത് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഡിഫറെൻറ്റ് ഡയയുള്ള സർക്കിളാണ് ഇതിൻ്റെ മേലെയും താഴെയും വരുന്നത്. പിന്നെ ഒരു സ്ലാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹൈറ്റൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 8 ഇഞ്ച് ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3mm സിംഗിൾ സ്ട്രാൻഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റോൾ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ റോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സിസറും വേണം, അതേപോലെ തന്നെ ടേപ്പും വേണം. വേറെ ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല, ഗ്ലൂവും കൂടെ മതി. അപ്പോൾ ആദ്യം തന്നെ 3mm ഈ സിംഗിൾ സ്ട്രാൻഡ് കോഡിനെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ലാസ്റ്റ് അഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ജസ്റ്റ് ഒരു വെറുതെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. കാരണം അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് റിമൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, എൻ്റെ കൈയിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ്. ഇതിലൊരൊറ്റ നോട്ട് പോലും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ റോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. മേൽഭാഗത്തൂടെ എടുത്തതിന് ശേഷം താഴ്ഭാഗത്തു കൂടെ ഒരു തവണ ചുറ്റി പിന്നെയും ഒരു തവണ കൂടെ ചുറ്റുക. എന്നിട്ട് അതിനെ മേലോട്ടേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഫ്രണ്ടിലും ഒരു സൈഡ് ബാക്കിലും എന്നുള്ള രീതിയിലാണ് ഡിസൈൻ വരിക. പക്ഷേ ഇത് 2 ഡിഫറെൻറ്റ് ഡയമീറ്ററിലായതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് താഴ്ഭാഗം ചെയ്ത പോലെ ചെയ്യുന്നില്ല. മേൽഭാഗത്ത് ജസ്റ്റ് അത് ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഈ 2 ഡിഫറെൻറ്റ് ഡയ വരുന്നത് കൊണ്ടാണ്. സെയിം ഡയ ആവുന്ന സമയത്ത് ഇതേ മെത്തേഡിൽ അല്ലെങ്കിൽ ഒറ്റ ഇതിൽ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇത് 2 ഡയ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ തുടർച്ചയായി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് തമ്മിലുള്ള ഗ്യാപ്പ് വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം നന്നായിട്ട് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരുപാട് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിം വളഞ്ഞും പോകാൻ പാടില്ല. അപ്പം നല്ല കമ്പിയൊക്കെ, ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്രെയിംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ ത്രെഡ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എൻഡ് തീർന്നു പോയെന്ന് വെച്ചു. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത കോഡ് എടുത്തതിന് ശേഷം അതിനെ കണക്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഈ ഒരു പോർഷൻ, ഇങ്ങനത്തെ കമ്പി വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ട്, ഈ ഒരു സ്ലാൻഡ് വരുന്ന പോർഷൻ, അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതുമാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. അതിനെ 2ആയി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും പഴയ പോലെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഭാഗം ഫ്രണ്ടിൽ ഒരു ഭാഗം ബാക്കിലും വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിൽ വരുന്ന രീതിയിൽ വേണം നമ്മളത് കെട്ടിക്കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അത് ആ ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതിന് ശേഷം ഇതുപോലെ നമ്മൾ കമ്പി വരുന്ന പോർഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂ വെച്ചിട്ട് അവിടെയും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള പോർഷനും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉള്ളിലാവുന്നത് കൊണ്ട് തന്നെ അകത്തുനിന്ന് നോക്കിയാലേ അത് കാണുള്ളൂ, പുറമേ നിന്ന് അതിന് വ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കമ്പീൻ്റെ മേലെ കൂടെ ഈ പശ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്, വേറെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാറില്ല. ഇനി വീണ്ടും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ തീർന്നു പോയാൽ, കോഡ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ എങ്ങനെയാണ് ഓരോ എൻഡിൽ, ഓരോ ഫ്രെയിമിൻ്റെ ഒരു എൻഡിൽ ഒരു പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോർഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും പഠിച്ചു. അങ്ങനെ 2 കാര്യങ്ങളാണുള്ളത്. ഇനി ബാക്കിയൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ ചെയ്യുക. അങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലാസ്റ്റ് ആ ഒരു റൗണ്ട് ഫ്രെയിമിൻ്റെ അവിടുത്തെ എൻഡ് ക്ലോസ് ആവുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പൊസിഷനിൽ എത്തുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ അപ്പോൾ നമ്മൾ ഇവിടെ അവസാനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ കെട്ടിക്കൊടുത്ത ഇതുണ്ടല്ലോ, അതിനെ ജസ്റ്റ് ഒന്ന് അൺടൈ ചെയ്യുക.
അത് പുറകിലാണല്ലോ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റിൽ ഇപ്പോൾ കിട്ടിയതിൻ്റെ ലാസ്റ്റിലെ പോർഷനും കൂടെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലോട്ടേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്താണ് ഞാൻ നോട്ടിട്ട് കൊടുക്കുന്നത്, കാരണം നമ്മൾ മേൽഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. പിന്നെ കൈവച്ച് ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, കാരണം ഇത് 2 ഡേ ആയതുകൊണ്ടാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ടോപ്പ് ഡയ 10ഉം ബോട്ടം ഡയ 12 ഇഞ്ചും വരുന്നുണ്ട്. ഹൈറ്റ് 8 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ നമ്മൾ മിഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾബ് ഹോൾഡർ നമുക്ക് സീലിംഗിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.